ഹായ് മോനെ. ഞാൻ തെന്നിലാവൂരിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരാഗ്രഹം തോന്നിയത്. ഞാൻ തെന്നില പുളിങ്കൂട്ടം മുതൽ തോട്ടുപാലം വരെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത്. അത് വ്ളോഗൊന്നുമല്ല, ഒരാഗ്രഹം. അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് കുറേ ദിവസത്തെ ആഗ്രഹമാണ്. ഞാനതെടുത്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ പുളിങ്കോട്ടെത്തി. പുളിങ്കോട്ടത്ത് ഞാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരു ചേട്ടൻ ഇടയിൽ കൂടെ വട്ടം ചാടി. അത് വീഡിയോയിൽ വിട്ടിട്ടില്ല കേട്ടോ. ഞാനതെടുത്ത് അവിടെ നിന്ന് ഞാൻ നേരെ പുളിങ്കോട്ടം കോർണർ ബേക്കറി എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാൻ ഇവിടെയാണ് വരാറ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി നേരെ വാരൂന്ന് കിടന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ ഒരു ഏരിയ പണ്ടാരും വെട്ടിക്കൊന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതുകൊണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് വരാൻ ഭയങ്കര പേടിയായിരുന്നു ഈ സ്ഥലത്ത് കൂടെ. പക്ഷേ ഇപ്പോഴൊന്നും വലിയ പേടിയൊന്നുമില്ല. അന്ന് സ്ട്രീറ്റ് ഏരിയ ഇല്ലാത്തൊരു കാലഘട്ടം. പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു ഹിൽസാണ് ഈ കാണുന്ന വാരൂന്ന് വളവ്. ഈ വളവ് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ആദ്യമായിട്ട് ബൈക്ക് ഓടിച്ച് സൈക്കിൾ ഓടിക്കുന്ന കാലഘട്ടം മുതൽ എനിക്ക് നമ്മൾ ഏകദേശം ചുരങ്ങളിലുള്ള ഹിൽസൊന്നും അല്ലെങ്കിൽ പോലും ഈ ഹിൽസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹിൽസാണ്. ബൈക്ക് കൊണ്ടങ്ങനെ ട്രക്കിങ്ങിന് പോകാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഒരുപാട് സ്കിഡ് ആവുന്ന രീതിയിലല്ല. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ഞാൻ കുളിക്കാനൊന്നും വന്നിട്ടില്ല, പക്ഷേ എനിക്ക് ഈ കുളം ചൂണ്ടയാട്ടാനൊക്കെ വന്നിട്ടുള്ളൊരു പരിചയമുണ്ട്. പിന്നെ ഒരു കോമഡി ആയിട്ടുള്ളൊരു ഓർമ്മ എന്ന് പറഞ്ഞു വെച്ചാൽ ദേ ഇപ്പോൾ കാണുന്ന ഒരു കള്ള് ഷാപ്പ്. ആ കള്ള് ഷാപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. പണ്ടൊക്കെ എൻ്റെ വീട്ടുകാർ തറവാട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് കള്ള് വെക്കാൻ എന്നെ കുപ്പി എടുത്ത് വിട്ടാൽ ആ സമയത്ത് ഞാൻ അവിടെ വരുമ്പോൾ പേടിച്ച് സൈക്കിൾ ഓട്ടാനുള്ള പൂതി കൊണ്ടാണ് വരുന്നത്. കുപ്പിയിൽ കള്ള് വാങ്ങാൻ വരുമ്പോൾ ആരെയും ചീത്ത പറയുമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. പിന്നെ ആറന്മുള, ഇതാണ് കണ്ണമ്പുഴയുടെ തുടക്കം. ഇവിടെ നിന്ന് ഈ കണ്ണമ്പുഴ എത്തിക്കഴിഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ ബസ്സിൽ വരുന്ന സമയത്ത് നമ്മുടെ വലുതെങ്ങി വരുന്ന സമയത്തൊക്കെ ബസ്സിൽ ആറന്മുള ആളിറങ്ങാനുണ്ടാ എന്ന് കണ്ടക്ടർ വിളി കേട്ടാൽ അപ്പോൾ ഞങ്ങൾ സീറ്റിൽ നിന്ന് എണീച്ചോളും. കാരണം അടുത്ത സ്റ്റോപ്പാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്. അമ്മ എവിടെയാണെങ്കിലും അമ്മ കൈപിടിച്ച് ബസ്സിനോടത്തെത്തിക്കും. കണ്ണമ്പുറം ബാങ്ക് ജംഗ്ഷൻ. ഈ സ്ഥലത്തിൽ ഒരു വികസനവും ഇത്രകാലം എൻ്റെ ഒരു അറിവിൽ കണ്ടിട്ടില്ല. പക്ഷെ മൂന്നായിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഒന്നിട്ടും കുറച്ച് സെറ്റപ്പ് ആവുന്ന രീതിയിൽ കണ്ണമ്പറിന് ഒരു കോർണറായി ആൾ കുറച്ച് സെറ്റാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ നമ്മൾ വലിയ വികസനമൊന്നും എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല ഇതുവരെയായിട്ട്. പിന്നെ എൻ്റെ നല്ലൊരു ഓർമ്മയാണ് മുകുന്ദൽ തിയേറ്റർ. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എന്നും ദിവസം ഒരു സിനിമയാണെങ്കിൽ പോലും ആ സിനിമ കാണാൻ എന്നും ഞങ്ങളെ അവിടെ കൊണ്ടുപോകുമായിരുന്നു. അന്ന് പോയി വരുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്തൊരു കാലഘട്ടത്തിൽ അമ്മയുടെ കൈ പിടിച്ച് ഉറങ്ങി നടന്നൊരു കാലഘട്ടം എന്നും എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. നല്ലൊരു ഓർമ്മകളിൽ ഒന്നാണത്. അവിടെ ഞങ്ങൾ വരുമ്പോൾ നേരെ ഫുട്ബോളുകളുടെ, പിന്നെ അറിയാലോ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ എല്ലാവരുടെയും ഫ്ലെക്സുകളുടെ മാമാങ്കവും. ഒരു കണക്കിന് ഇപ്പോൾ നല്ലതാണ്. എന്താ കാരണം ചോദിച്ചാൽ എല്ലാ ടീമുകളും ഒരുമിച്ചൊരു ഫ്ലെക്സ് വെച്ച് ഒരേ മനസ്സോടു കൂടി ചെയ്യാൻ തുടങ്ങിയത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടുന്ന് ഞങ്ങൾ നേരെ പള്ളിയുടെ അവിടെ എത്തി. ഏകദേശം നമ്മുടെ സ്ഥലം എത്താറായി. അപ്പോൾ ഞാൻ ഈ സ്ഥലം പള്ളിമുക്ക് എന്ന് പറയുന്നത് എൻ്റെ അപ്പുറത്ത് വീട്ടിലൊരു അച്ചാച്ചനുണ്ടായിരുന്നു. ആൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചിരുന്നൊരു സ്ഥലമാണ് പള്ളിമുക്ക്. ആ ശ്മശാനത്തിൽ ഭയങ്കര ശല്യങ്ങളുണ്ടായിരുന്നു, പ്രേതങ്ങളുണ്ടായിരുന്നു പറഞ്ഞ് കേട്ടതുകൊണ്ട് എനിക്ക് കുട്ടിക്കാലത്ത് ഈ പള്ളിമുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ നേരെ വന്നു. ഇതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. കണ്ണമ്പറയുടെ ശരിക്കും കണ്ണമ്പറ എന്ന് കേട്ടാൽ എല്ലാവർക്കും മനസ്സിൽ ഓടി വരുന്ന മറ്റൊരു സ്ഥലം കൂടിയാണ് കണ്ണമ്പറയിലെ തോട്ടുപാലം. ഒരുവിധം കണ്ണമ്പറയിലുള്ളവർക്ക് ഫെമിലിയർ അല്ലെങ്കിൽ ഒരുപാട് ഇതായി കാണുന്ന സ്ഥലം അല്ലെങ്കിൽ പോലും പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ഇവിടെ ഇരിക്കാനും വീഡിയോസുകൾ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതാണ് നമ്മളറിയാതെ നമ്മുടെ നാട്ടിനും ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ കാര്യം. എനിക്ക് തോന്നുന്നു നമ്മൾ നാട് വിട്ട് പുറത്ത് പോയിട്ട് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തി. പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ തുടക്കക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഒന്ന് ബെൽ ബട്ടൺ അടിച്ചു വിടണേ. താങ്ക്സ്.